ഹലോ, രണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ കൈരേഖ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ഇത് തട്ടിപ്പാണ്, അതാണ് ഇതാണ് എന്നൊക്കെയാണ്. എന്നാൽ കൈരേഖയെ പറഞ്ഞാൽ എ.ടി. ഗോപൂർ, ഇടമുറുകൻ എന്നെല്ലാം പറയുന്ന നിരീശ്വരവാദികളൊക്കെ പറയുന്നത് പ്രസവിച്ച് വരുമ്പോൾ വരുന്ന ചുളിവുകളാണ് കൈരേഖ. കാരണം കൈ മടക്കിയിട്ടാണ് മനുഷ്യൻ വരുന്നത് ഭൂമിയിലേക്ക്, അപ്പോൾ വരുന്ന ചുളിവുകളാണ്. എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായി ലോകത്ത് പലതും കിടപ്പുണ്ടെന്ന് ശാസ്ത്രം പോലും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിന്ന്. നമ്മൾ കടലിന്റെ കരയിലേക്ക് പോയി ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിക്ക് ഒരു പരിധിയുണ്ട്, അതിനപ്പുറം നമുക്ക് കാണാൻ പറ്റൂല. അതുപോലെ ബുദ്ധിക്കും മസ്തിഷ്കത്തിനും ഒരു പരിധിയുണ്ട്. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി പലതും കിടപ്പുണ്ട്. ഇത് മനുഷ്യ ശരീരത്തിന്റെ ഒരു കാറ്റലോഗാണ്. നമ്മളൊരു TV വാങ്ങുമ്പോൾ, BCP വാങ്ങുമ്പോൾ, ഒരു ടോർച്ച് വാങ്ങുമ്പോൾ, എന്ത് സാധനം വാങ്ങുമ്പോൾ ഇതിൽ കാറ്റലോഗ് ഉണ്ടാവും. ആ കാറ്റലോഗ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് വാട്ട്സ് എന്താണ്, അതിന്റെ പവർ എന്താണ്, എത്ര ഗ്യാരണ്ടി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അതിൽ നിർണ്ണയിച്ചു വെച്ചിട്ടുണ്ടാവും. അതുപോലെ മനുഷ്യ ശരീരത്തിന്റെ ഒരു കാറ്റലോഗാണ് ഈ കൈരേഖ. ഇനി ഞാൻ പറയുന്നത് കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം പറയണം. ഞാൻ ഓരോ കാര്യങ്ങൾ പറയും. ഇതാണ് ആയുർരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ. ഈ 3 രേഖയാണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട രേഖ. ഞാനൊരു സാധനം നിങ്ങളെ കയ്യിലേക്ക് തരികയാണ്, ഇപ്പോൾ തുറന്നു നോക്കരുത് കേട്ടോ. ഇത് കയ്യിലേക്ക് വാങ്ങും, ഇത് വരെ. അപ്പൊ അത് എന്താണ് ഞാനിപ്പോ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 രേഖയാണ് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട രേഖ. ഈ 3 രേഖയില്ലാത്ത ഒരു മനുഷ്യന് ഈ ഭൂലോകത്ത് ഉണ്ടാവില്ല. പിന്നെ എക്സ്ട്രാ വരുന്ന ഒരു ഭാഗ്യരേഖ ഇതാണ്. മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന രേഖയാണ് ഈ 3 രേഖ. എന്റെ കൈയെടുത്ത് നോക്കിയാൽ 3 ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ. ഇതിങ്ങനെ എത്ര ആള് കൈ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 രേഖ ഏറ്റവും മസ്റ്റാണ്. ഓക്കെ, ഇനി ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. പെട്ടെന്നായിരിക്കണം 5-ന് താഴെ പെട്ടെന്നൊരു നമ്പർ മനസ്സിൽ ഉദ്ദേശിച്ചു. ആ നമ്പർ പറ. 3. നിങ്ങൾ 3 ഉദ്ദേശിക്കുക എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. 5-ന് താഴെ 4 ഉണ്ട്, 2 ഉണ്ട്, 1 ഞാൻ പെട്ടെന്ന് ആലോചിച്ചെടുത്ത അല്ലേ. 5-ന് താഴെ 4 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ ഈ 4 അക്കങ്ങളിലും കാണാതെ 3 തന്നെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതെന്ന് പറഞ്ഞാല് നിങ്ങളത് സൈക്കോളജിയാണ്. ഇനി നിങ്ങൾ ആ പേപ്പർ ഒന്ന് തുറന്നു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ മഞ്ഞ കളറല്ലേ, നിങ്ങൾ തന്നെ ഓർന്നാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ മനസ്സിൽ വിചാരിച്ച നമ്പർ 3 കറക്റ്റ് അല്ലേ? ഇതെങ്ങനെ മനസ്സിലായ? ഇത് സൈക്കോളജിക്കലായിട്ടുള്ള പരിപാടിയാണ്. അത് ഞാൻ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞു, എന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഇത് വിശദീകരിച്ചു. ഇതിന്റെ ടെക്നിക്കുകൾ എന്താണ് എന്നുള്ളത് പറഞ്ഞു കേട്ടോ. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവരും കൈരേഖയിലായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ നിങ്ങൾ വലിയൊരു അപകട സാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് നിങ്ങൾ. മരിച്ചുപോയിന്ന് കണക്കൂട്ടിയതാ, പക്ഷെ എന്തോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. സംഭവം ശരിയല്ലേ? ഒരു അപകട സാധ്യതയിൽ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചാലും നടക്കും എന്ന് വിചാരിച്ച് കാറ് വേണം, മോട്ടോർ സൈക്കിൾ വേണം, പ്ലെയിൻ വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള വിചാരമല്ല. നാളെ 5 മണിക്ക് അത്യാവശ്യ കാര്യങ്ങൾ, അത്യാവശ്യം മാത്രം കേട്ടോ. നാളെ 5 മണിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു അത്യാവശ്യം നാളെ 5 മണിക്ക് നിങ്ങൾക്ക് ഒരു 10,000 രൂപന്റെ ആവശ്യമുണ്ട്. കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നു കേട്ടോ. 10,000 എന്നല്ല, ഒരു എക്സാമ്പിൾ മാത്രം പറയും. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. പക്ഷെ 4:30 വരെ ഈ കാര്യങ്ങളൊന്നും ഒത്തു വന്നിട്ടുണ്ടാവില്ല. പക്ഷെ കറക്റ്റ് 5 മണിയാകുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തു വന്നിട്ടുണ്ടാവും. അങ്ങനെ എത്രയോ സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചു മറിച്ച് റെഡി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നടക്കുന്ന ഒരു. പിന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2 സ്വഭാവമാണ്. വീട്ടിലൊരു സ്വഭാവമാണ്, പുറത്തൊരു സ്വഭാവമാണ്. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ദേഷ്യം വരും. പുറത്തെത്തിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാരോട് അങ്ങനെ പെട്ടെന്ന് ചൂടാകുന്ന ആ സ്വഭാവം ചെറുതായിട്ടുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ വീട്ടിൽ നിന്ന് അതിഭയങ്കരമാണ്, പെട്ടെന്ന് ശോഭിതനാകുന്ന ഒരാളാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബാക്ക്ഗ്രൗണ്ട് വലുതാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ, ബന്ധുക്കളൊക്കെ ഒരുപാട് വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിലൊരാൾ മാത്രമേ നിങ്ങളെ സഹായ സഹകരണങ്ങളുമായിട്ട് കൂടുതലും പിന്നെ ചെറുതായിട്ട് ടച്ചും ബന്ധവും എല്ലാം ഉള്ളൂ. ബാക്കി എല്ലാവരും പേരിനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അതും സത്യമല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യം ശരിയാണെന്ന് തോന്നി അല്ലെ? എന്നാൽ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ സംബന്ധിച്ചിടത്തോളം ഈ കൈരേഖ ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല. ഇതൊരു സൈക്കോളജിയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. ഇതിൽ നമ്മൾ ആരും വിശ്വസിക്കരുത്. കാരണം എന്താ പറഞ്ഞാൽ ഇത് ശിർക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല പ്രത്യേകിച്ചിട്ട്. അല്ലെങ്കിൽ ഇതൊരു സൈക്കോളജി, ഒരു മനുഷ്യന് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്. ഈ 3ന്റെ കാര്യം എങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, ഇതൊരു അതായത് ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണ് ഇത്. അതായത് നിങ്ങളോട് ഞാൻ ഒരു മനസ്സിൽ 5-ന് താഴെ ഒരു നമ്പർ ഉദ്ദേശിക്കാൻ പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ 3 തന്നെ പറഞ്ഞു. ഞാൻ എഴുതി തന്നത് 3 ആദ്യം അല്ലേ? അതാണ് കറക്റ്റ്. അത് ഞാൻ ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ, ഈ 3 രേഖയാണ് പ്രധാനപ്പെട്ട രേഖ. ഇങ്ങനെ 3 രേഖനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ നിങ്ങളോട് പറയുക. അത് നിങ്ങളെ ഉപബോധ മനസ്സിലേക്ക് കയറി.
മനസ്സിലായില്ല. ഒരു റെഡ് പെൻസിൽ എടുത്തിട്ട് നിങ്ങളോട് നിങ്ങളെ മുന്നിൽ ഒരു കളർ ഉദ്ദേശിക്കാൻ പറഞ്ഞാല് നിങ്ങളെ ചുറ്റും റെഡാണ് കൂടുതൽ കാണുന്നെങ്കിൽ നിങ്ങൾ റെഡേ പറയും. അത് ബോധ മനസ്സിലേക്ക് ചേഞ്ച് ചെയ്ത് അത് വീണ്ടും നമ്മൾ പുറത്തേക്ക് വരും. അതുപോലെ ഈ 3 കുറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുകയും ഞാൻ മനസ്സിൽ വിചാരിക്കുക എന്ന് പറയുമ്പോൾ ഈ 3 വിരൽ കൊണ്ട് ഇങ്ങനെ കാണിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങളെ കണ്ണിലേക്ക് ഈ ദൃഷ്ടിയിലേക്ക് ഈ 3 പെട്ടെന്ന് പറയാനും പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ആ 3 പറയുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഈ അപകട സാധ്യതയെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയും 10, 35, 40 വയസ്സായ ഇടയിലുള്ള ഒരാൾക്കാർക്ക് ഒരു ജീവിതത്തിൽ ഒരു അപകട സാധ്യത പറ്റാത്ത ആരും ഒന്നിലധികം ഉണ്ടാവും. ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നിലധികം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ ഒന്നാണ് മറ്റവനെ ഓർമ്മിക്കുക അല്ലേ, ഞാൻ പറഞ്ഞ വ്യക്തി. അങ്ങനെ ഒരു അപകടം. പിന്നെ വീട്ടിൽ പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ അടുത്തവരോട് ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സഹിക്കാം. ശരിയാണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു പറ്റാത്ത സംഗതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരെ സഹിക്കോ ഇല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് കോപം വരും. പുറത്തുള്ള ആളോട് പിന്നെ ഓൻ ചെയ്യുന്നതിന് ഇപ്പൊ നമ്മളെന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ പ്രശ്നമാക്കൂല. അപ്പൊ നമുക്ക് ദേഷ്യം കുറയും. അത് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംഭവമാണ്. പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ 4-5 കാര്യം ഇപ്പം പറഞ്ഞു. പിന്നെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞു അല്ലേ. അത് കാറ് വേണം, മോട്ടോർ സൈക്കിൾ വേണം എന്നുള്ള വിചാരം എല്ലാ അത്യാവശ്യ കാര്യം. അതെല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെയായാലും നമ്മൾ നിർവഹിക്കും. അല്ലാതെ നമ്മൾ പോയിട്ട് ആത്മഹത്യയൊന്നും ചെയ്യില്ലല്ലോ. വളരെ അപൂർവം 1000-ൽ 10, 100-ൽ 1 സംഭവം അങ്ങനെ ഉണ്ടാവാം. എന്താ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള വഴിക്ക് വേണ്ടി നമ്മളെങ്ങനെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഏത് കാര്യം നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും എന്ന് പറയുന്നത് അതാണ്. നമ്മളെ വിജയം അവിടെയാണ്. പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ കൈരേഖ നോക്കിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇങ്ങനെ ചെറിയ ഇങ്ങനെ എന്റെ അനുഭവ പരിചയത്തിൽ നിന്ന് പറയുന്നതാണ് ഇതൊക്കെ. ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ നാട് വിട്ട് പല സ്ഥലങ്ങളും കറങ്ങി അവസാനം ഇവിടെ എത്തിയ ആളാണ്. അപ്പൊ ഒരുപാട് അനുഭവ പരിചയമാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ മറ്റു കാര്യങ്ങളോ എനിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു പാഠങ്ങളാണ്. ആരും തന്നെ അന്ധവിശ്വാസത്തിൽ പോയി കുടുങ്ങുന്നത്. അതാണ് അതിനു വേണ്ടിയുള്ള ഒരു സന്ദേശം, ഒരു മെസ്സേജാണ് ഇത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു മെസ്സേജ്. കാരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത്. ശരിയാണ്. ഒരു മനുഷ്യന് അദൃശ്യമായിട്ട് ഒരു കഴിവില്ല. ഇതൊരു അന്ധവിശ്വാസം മാറ്റിയ ഒരു ചെറിയ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ബോധവൽക്കരണം. അല്ലാതെ വലിയ ഇതൊന്നും കഴിവും കാര്യം നമ്മൾ ചെറിയൊരു പരിപാടി. ഞാൻ അതുകൊണ്ട് തന്നെ ഇത് എടുത്തത്. കാരണം ആൾക്കാർ ഇതിൽ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഒരു ബോധപൂർവരായി ആയിരിക്കട്ടെ അല്ല, ബോധവാന്മാരായിരിക്കട്ടെ. എന്നാലും താങ്ക് യു സോ മച്ച്. ആളുകൾ കണ്ടിട്ടുണ്ട് വിചാരിക്കുന്നത് നമ്മൾ സത്യമായിട്ട് എടുക്കാം. നമുക്ക് 1 by 1 എടുക്കാം. അപ്പൊ മുഖം കാണിക്കാത്തൊന്നുമല്ല. മുഖം എന്തുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോയിൽ കാണിക്കാത്തത് എന്ന് വെച്ചാൽ അത് ഐഡന്റിറ്റി, പ്രൈവസി അതെല്ലാം നോക്കിയിട്ടാണ്. വേറെ ഒന്നുമില്ല കേട്ടോ.